Hi friends, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇഡിയംസ് നോക്കാം. ഇത് സാധാരണഗതിയിൽ നമ്മളൊരു വർക്ക് എൻവയൺമെൻറ്റിൽ ലൈക്ക് ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സെറ്റിങ്ങിൽ കേൾക്കുന്ന കുറച്ച് ഇഡിയംസ് ആണ്. ആദ്യത്തേത് ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്. ഇതിൻ്റെ അർത്ഥം എല്ലാവരും ഒരുമിച്ച് ഫുൾ എഫേർട്ട് എടുത്ത് ജോലി ചെയ്യാം. അതിനെയാണ് ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. The project deadline is next week, so we need all hands on deck. ഇതിൻ്റെ അർത്ഥം പ്രോജക്റ്റ് ഡെഡ്ലൈൻ അപ്രോച്ച് ചെയ്യാണ്, അടുത്ത ആഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും മാക്സിമം എഫേർട്ട് എടുത്ത് എല്ലാവരും ഫുൾ കമ്മിറ്റ്മെൻറ്റോടെ ജോലി ചെയ്യാം. നമുക്ക് പ്രോജക്റ്റ് ഡെഡ്ലൈന് മുമ്പ് തീർക്കാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിച്ച് സഹായിക്കുക. അതിനെയാണ് നമ്മൾ ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വലിയ പ്രോസസ്സ് തുടങ്ങി വയ്ക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇതൊരു എക്സാമ്പിൾ നോക്കാം. ദ ഇവൻറ്റ് പ്ലാനിംഗ് കമ്മിറ്റി ഇസ് മീറ്റിംഗ് ടുഡേ ടു ഗെറ്റ് ദ ബോൾ റോളിംഗ് ഓൺ ദ ആനുവൽ ഓഫീസ് പിക്നിക്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവൻറ്റ് പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഓഫീസ് പിക്നിക്കിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരിന്ന് മീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ പ്ലാൻസ് തുടങ്ങാൻ വേണ്ടി അവരിന്ന് മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ തന്നെ എല്ലാ പ്ലാൻസും ഉണ്ടാവത്തില്ല, പക്ഷെ ഇത് ആദ്യത്തെ പടിയാണ്. നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് വെച്ചാൽ ഒരു വലിയ പ്രോസസ്സ് നമ്മൾ തുടങ്ങി വയ്ക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം. ഹാവ് എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ്. ഇതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ ഒരേ സമയത്ത് ഉണ്ടാവുക ചെയ്യാൻ. നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. I have a lot on my plate now, so I can't help you with the sales report. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഈ സെയിൽസ് റിപ്പോർട്ടിൽ സഹായിക്കാൻ ഇപ്പോൾ എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് എൻ്റേതായ ഒരുപാട് ജോലികൾ കിടക്കുന്നു ചെയ്തു തീർക്കാൻ. അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റേതായ തന്നെ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് പറയുന്നത്. കോൾ ഇറ്റ് എ ഡേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തേക്ക് ജോലി നിർത്തിവെക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ടാസ്കിനെ പറ്റിയാണെങ്കിലും പറയും, ഈ ടാസ്ക് ഇന്ന് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ഇന്നത്തേക്ക് നിർത്തി എന്ന് പറയുകയാണെങ്കിലും നമ്മൾ പറയും കോൾ ഇറ്റ് ഡേ എന്ന്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ക്യാൻ ഫിഗർ ഔട്ട് വാട്ട്സ് റോങ് വിത്ത് ദിസ് കോഡ്, സോ ഐ എം ഗോണ കോൾ ഇറ്റ് എ ഡേ ആൻഡ് ട്രൈ അഗൈൻ ടുമോറോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ കോഡിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തി, ഞാൻ നാളെ വന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാം, അതാണ് പറയുന്നത്. അപ്പം ഇന്നത്തേക്ക് ഈ കോഡ് ഇയാൾ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോൾ ഇറ്റ് ഡേ എന്ന് വെച്ചാൽ ഇന്നത്തേക്ക് നിർത്തിവെച്ചു. ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ നല്ല ഫുൾ സ്പീഡിൽ മാക്സിമം കപ്പാസിറ്റിയിൽ ജോലി ചെയ്ത് തുടങ്ങുന്നതിനെയാണ് ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന് പറയുന്നത്. നമുക്കിതൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം. വി വാണ്ട് ടു ഹയർ എ ന്യൂ മാനേജർ ഹു ക്യാൻ ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്. ഇതിൻ്റെ അർത്ഥം നമുക്കൊരു പുതിയ മാനേജറിനെ ഹയർ ചെയ്യണം, പക്ഷേ എങ്ങനത്തെ ആളെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ, ഒരുപാട് പ്രിപ്പറേഷനൊന്നും വേണ്ടാതെ തുടക്കത്തിൽ തന്നെ ഫുൾ സ്പീഡിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജറെ വേണം നമുക്ക്. അതാണ് നമ്മൾ പറയുന്നത് ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന്. ബി ഓൺ ദ സെയിം പേജ് എന്ന് വെച്ചാൽ പല ആൾക്കാരും ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവരെല്ലാവരും ഓൺ ദ സെയിം പേജ് ആണെന്ന്. ഇതൊരു എക്സാമ്പിൾ നോക്കാം. The whole team has to be on the same page about which idea to pitch to the client. എന്ന് വെച്ചാൽ ടീമിലെ എല്ലാ മെമ്പേഴ്സും ഒരേ രീതിയിൽ എഗ്രി ചെയ്യണം, അല്ലേ? ഏത് ഐഡിയ വേണം ക്ലയൻറ്റിനോട് പിച്ച് ചെയ്യേണ്ടതെന്ന് എല്ലാ ടീം മെമ്പേഴ്സും എഗ്രി ചെയ്യണം. അപ്പോൾ അവരെല്ലാവരും സെയിം പേജിലായിരിക്കണം എന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് പറയുന്നത് എല്ലാവരും എഗ്രി ചെയ്യുക എന്ന് വെച്ചാൽ ബി ഓൺ ദ സെയിം പേജ്. ബാക്ക് ടു സ്ക്വയർ വൺ. ഇതിൻ്റെ അർത്ഥം ഒരു ഫെയിലിയറിന് ശേഷം നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്നതിനെയാണ് ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് നമ്മൾ പറയുന്നത്. ദ ക്ലയൻറ്റ് റിജക്റ്റഡ് ദാറ്റ് ഐഡിയ, സോ നൗ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. ഇതിൻ്റെ അർത്ഥം ക്ലയൻറ്റിന് നമ്മൾ പറഞ്ഞ ആ ഐഡിയ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മളിനി ഒന്നേന്ന് തുടങ്ങണം. നമ്മളിനി ഒരു പുതിയ ഐഡിയ കണ്ടുപിടിച്ച് അത് എല്ലാം പ്ലാൻ ചെയ്ത് ക്ലയൻറ്റിനെ പിച്ച് ചെയ്യാൻ നമ്മൾ പിന്നെയും റെഡി ആവണം, പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ വെച്ചാൽ ഒന്നേന്ന് തുടങ്ങുക, അതാണ് അതിൻ്റെ അർത്ഥം. തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്.
ഇതിൻ്റെ അർത്ഥം ഒരു കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുക, കുറച്ച് ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവായിട്ടും ട്രഡീഷണൽ അല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറയുന്നത്. We have to think outside the box to find an idea that the client will approve. എന്ന് വെച്ചാൽ ക്ലയൻറ്റിന് ഒരു ഐഡിയ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം, അല്ലാതെ ക്ലയൻറ്റിന് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതാണ് നമ്മൾ പറയുന്നത് നമുക്ക് തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് ചെയ്യണം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുക, അതാണ് എൻ്റെ അർത്ഥം. ടച്ച് ബേസ്, ഇതിൻ്റെ അർത്ഥം നമ്മൾ ഒരാളെ വിളിച്ച് പെട്ടെന്നൊന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് തിരക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് ടച്ച് ബേസ് ചെയ്യാമെന്ന് പറയാം. I'll touch base with you next week to see if you need any more help with the project. ഇതിൻ്റെ അർത്ഥം പ്രോജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അറിയാൻ ഞാൻ അടുത്ത ആഴ്ച നിന്നെ വിളിക്കാം, കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്. ടച്ച് ബേസ് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് വിളിച്ച് കാര്യങ്ങൾ തിരക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. ക്രഞ്ച് ദ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കണക്ക് കൂട്ടുക, ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ക് കൂട്ടുന്നതിനെയാണ് ക്രഞ്ച് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത്. We have to crunch the numbers to figure out if we can afford to open a new office location. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്കിനി ഇപ്പോൾ ഒരു ഓഫീസ് ലൊക്കേഷൻ പുതുതായിട്ട് തുടങ്ങാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അത് നമുക്ക് ഫൈനാൻഷ്യലി അഫോർഡബിൾ ആണോ, നമുക്ക് അതിനുള്ള കാശുണ്ടോ നമ്മുടെ കയ്യിൽ എന്നറിയാൻ വേണ്ടി നമുക്ക് കണക്കെല്ലാം കൂട്ടി നോക്കണം. ഫൈനാൻഷ്യൽ കണക്കുകളെല്ലാം എടുത്ത് അക്കൗണ്ട്സ് എല്ലാം എടുത്ത് നോക്കണം നമുക്ക് ആവശ്യത്തിനുള്ള കാശുണ്ടോ എന്നറിയാൻ. അതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ക്രഞ്ച് ദ നമ്പേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ക് കൂട്ടുന്നതിനെയാണ് ക്രഞ്ച് ദ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പ് ഇൻ ദി എയർ, എന്തെങ്കിലും ഒരു കാര്യം ഷുവർ അല്ല അല്ലെ സർട്ടൻ അല്ല, നടക്കോ ഇല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അത് അപ്പ് ഇൻ ദി എയർ ആണെന്ന് പറയുന്നത്. നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. The plans to open the new office location are up in the air because we're waiting for the approval from the board of directors. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ ഒരു പുതിയ ഓഫീസ് ലൊക്കേഷൻ തുടങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് കാര്യം ഉറപ്പില്ല, അത് അപ്പ് ഇൻ ദി എയർ ആണ്. കാരണം നമ്മളിപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്താൽ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ തുറക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് അപ്പ് ഇൻ ദി എയർ ആണെന്ന്. ആ പ്ലാൻ ഇസ് അപ്പ് ഇൻ ദി എയർ എന്ന്. ഈ വീഡിയോ കൊണ്ട് വർക്ക് സെറ്റിങ്ങിലുള്ള കുറച്ച് ഇഡിയംസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ പ്ലീസ് ലൈക്കും ഷെയറും ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.